അടുത്തതായിട്ട് സൂപ്പർമാൻ്റെ സെറ്റ് ഫോട്ടോസിൽ നിന്ന് ഓരോ ലീക്ക് വീതം ഡെയിലി 3-4 തവണയെങ്കിലും വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പടം മൊത്തം സെറ്റ് ഫോട്ടോസിലൂടെ ലീക്ക് ആവുമെന്നാണ് തോന്നുന്നത്. ബട്ട് ഡോണ്ട് വറി ഗൈസ്, പടത്തിൻ്റെ ഒന്നും തന്നെ അങ്ങനെ സ്പോയിലർ ആയിട്ടില്ലെന്നാണ് ജെയിംസ് ഗൺ പറഞ്ഞിട്ടുള്ളത്. സ്പോയിലർ വരുന്ന ഒന്നും പബ്ലിക്കിനിടയിൽ ഷൂട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിൽ പുള്ളി പറഞ്ഞത് സത്യം തന്നെയാണ്. നിലവിലെ ലീക്ക് വെച്ച് നോക്കിയാൽ അധികവും സൂപ്പർമാൻ ആ ഒരു കൈൻഡ്നസ് കാണിക്കുന്ന സൈഡാണ് പുറത്തു വരുന്നത്. ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് തോന്നുന്നു. സൂപ്പർമാൻ്റെ ഓരോ അപ്ഡേറ്റും എല്ലായിടത്തും സംസാര വിഷയമാവുന്നുണ്ട്. ഇത് ഈ ഒരു പടം റീച്ച് ആവുന്നത് കൂട്ടും. സോ അത് അവർക്കൊരു ഹെൽപ്പാണ്. ലാസ്റ്റ് സൂപ്പർമാൻ്റെ 1-2 സെറ്റ് പിക്കെല്ലാം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൽ സൂപ്പർമാൻ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് സൂപ്പർമാൻ എന്തോന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കാണാം. ആക്ച്വലി ഇത് സൂപ്പർമാൻ്റെ ഐക്കോണിക് പാനലിൽ ഒന്നാണ്. അതുപോലെ ആ ക്യാരക്ടർ ഒരു കൊച്ചിനെ രക്ഷിക്കുന്നതും ഒരു പട്ടിയെ രക്ഷിക്കുന്നതും ഒരു പെണ്ണിനെ രക്ഷിക്കുന്നതൊക്കെ സെറ്റ് ഫോട്ടോസിൽ നിന്ന് സ്പോയിലായിട്ടുണ്ട്. മറ്റൊരു ഷോട്ടിൽ സൂപ്പർമാൻ പറക്കാൻ നോക്കുന്നത് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ സൂപ്പർമാൻ്റെ ഒരു സെക്കൻഡ് സ്യൂട്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു സ്യൂട്ടും കാണാൻ സാധിക്കും. ആക്ച്വലി ആ ഒരു ഇമേജ് ബ്ലറാണ്. അതിൽ സൂപ്പർമാൻ്റെ ട്രങ്ക്സും ചെസ്റ്റിലെ സിമ്പിളും ഒന്നും കാണാനില്ല. ആ ഒരു ടൈമിൽ പൊങ്ങി വന്നൊരു തിയറിയാണ് അത് സൂപ്പർമാൻ്റെ സെക്കൻഡ് സ്യൂട്ട് ആയിരിക്കാമെന്നുള്ളത്. ബട്ട് സോറി ഗൈസ്, അത് സൂപ്പർമാൻ്റെ സെക്കൻഡ് സ്യൂട്ട് അല്ല, പഴയ സ്യൂട്ട് തന്നെയാണ്. അഴുക്കായിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയിലുള്ളൊരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഹോപ്പ് ദർ ഈസ് എ സെക്കൻഡ് സ്യൂട്ട്. ഈ ഒരു ഷോട്ട് ആ ഒരു പെണ്ണിനെ സൂപ്പർമാൻ എന്തോ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അതിൻ്റെ ഒരു സെറ്റ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നോക്കിയപ്പോൾ കിട്ടിയില്ല. ഈ ഫോട്ടോയിൽ ആ ഒരു സ്യൂട്ട് നൈസായിട്ട് തോന്നി. സ്യൂട്ടിൻ്റെ കേസിൽ അവർ ആ ഒരു പാഡൊക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർമാൻ്റെ കുറച്ചുകൂടി ഫിസിക്കൊക്കെ എടുത്തു നിന്നേനെ. അത് ആ ഒരു സ്യൂട്ട് ഡേവിഡ് കോൺസോട്ട് ഇട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാക്കിയേനെ. സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരു മസ്കുലിൻ ബോഡിയുള്ളൊരു ഹീറോയെയാണ്. ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ലുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതും കാലം ഇത്ര കോമിക്സിൽ കാണിച്ചിട്ടുള്ളതും ആ ഒരു ലുക്ക് തന്നെയാണ്. സോ ഞാൻ ആ മസ്കുലിൻ ബോഡിക്കും പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെയർ മൂവി ഈ ഡേറ്റായ സ്യൂട്ട് തന്നെയായിരിക്കും ഇട്ട് കാണുന്നത്. അമേസിംഗ് സ്പൈഡർമാൻ ഫസ്റ്റ് മൂവിയിൽ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്യൂട്ട് ഡേറ്റ് ആവുന്നതും ആ ഒരു സെയിം സ്യൂട്ട് തന്നെ എൻ്റെയർ മൂവി യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതേ അപ്രോച്ച് തന്നെയായിരിക്കാം ജെയിംസ് ഗൺ ഇവിടെയും കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ഗൈ ഗാർഡനറിൻ്റെ ഗ്രീൻ ലാൻറ്റേണിൻ്റെയും ഹോഗ്ഗേണിൻ്റെയും സെറ്റ് പിക്കാണ്. ആക്ച്വലി അത് കണ്ട ഉടനെ എല്ലാവരും ട്രോളാൻ തുടങ്ങിയെന്നുള്ളതാണ് സത്യം. കാരണം കോമിക് അക്യുറസി എന്നൊക്കെ പറഞ്ഞു നടന്ന ജെയിംസ് ഗൺ ഇപ്പോൾ ആ ഏരിയയിൽ പോലും വരാത്ത 2 സ്യൂട്ടാണ് ഈ 2 ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഹോഗ്ഗേൾ സ്യൂട്ടൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബ്ലാക്ക് ആഡം സിനിമയിലെ ഹോഗ്മാനെയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്യാരക്ടർ ഡിസൈനൊക്കെ എൻറ്റയർലി വേറെ ലെവലാണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ ഒരു സൂപ്പർ ഹീറോ വൈബ് കിട്ടുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ നോക്കിയാൽ വളരെ ചീപ്പായിട്ടുള്ളൊരു കോസ്റ്റ്യൂമായിട്ടാണ് ഹോഗ്ഗേളിനും ഗ്രീൻ ലാൻറ്റേൺ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കൊടുത്തിരിക്കുന്നതിനും ഒരു റീസൺ ഉണ്ട്. ഇവിടെ ഗൈ ഗാർഡനർ, ഹോഗ്ഗേൾ, മിസ്റ്റർ ടെർഫിക് എന്നീ ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ അവരുടെ സ്യൂട്ടിൻ്റെ ചെസ്റ്റിൽ നമുക്കൊരു സിമ്പിൾ കാണാം. എല്ലാവർക്കും ആ ഒരു ലോഗോ സെയിം ആണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവരിട്ടിരിക്കുന്നത് സെയിം കോസ്റ്റ്യൂം തന്നെയാണ്. ഒരേ ഔട്ട്ഫിറ്റ്, അതിന് മുകളിൽ സൂപ്പർ ഹീറോ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു ജാക്കറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരുടെ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമാണത്. ഇതിൽ നിന്ന് ഇവിടെ ഇവരൊരു ടീമാണെന്ന് കൺഫേം ചെയ്യാം. അവരുടെ ചെസ്റ്റിൽ നമ്മൾ കാണുന്ന ലോഗോ ലോടെക്കിൻ്റെ ആണ്. ലോടെക് മാക്സ്വെലിൻ്റെ കമ്പനിയാണ്. ചിലപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഫണ്ട് ഇറക്കുന്നത് ലോടെക് ആയിരിക്കാം. പോസിബിളി ഹീറോസ് ഇവിടെ ഗവൺമെൻറ് കീഴിലായിരിക്കാം ചിലപ്പോൾ നിൽക്കുന്നത്. അവരെ സ്പോൺസർ ചെയ്ത് തൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇവിടെ മാക്സ്വെൽ. അങ്ങനെ അല്ലെങ്കിൽ അത് മാക്സ്വെലിൻ്റെ ടീമായിരിക്കാം. വെയിറ്റ്, ഇത് തന്നെയല്ലേ നമ്മൾ ദ ബോയ്സിലും കണ്ടത്? സൂപ്പർ ഹീറോസിനെ വെച്ച് ബിസിനസ് ചെയ്യുന്ന വോട്ട് എന്ന കമ്പനി നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി ഇവിടെ അത് തന്നെയായിരിക്കാം റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ ബോയ്സിൻ്റെ കോപ്പിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പകരം ഇതിൻ്റെ സോഴ്സ് മെറ്റീരിയൽ കോമിക്സ് ആണ്. കുറച്ച് ദിവസം മുമ്പ് ജസ്റ്റിസ് ലീഗിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഓൾറെഡി ഒരു ജസ്റ്റിസ് ലീഗ് ഉണ്ട്. അതായത് മാക്സ്വെലിൻ്റെ ടീം എന്നറിയപ്പെടുന്നത് മിക്കവാറും ജസ്റ്റിസ് ലീഗ് ഇൻ്റർനാഷണൽ ആയിരിക്കാം. എന്തുകൊണ്ടെന്നാൽ കോമിക്സിൽ ജസ്റ്റിസ് ലീഗ് ഇൻ്റർനാഷണൽ മാക്സ്വെൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അതിൻ്റെ മാനേജറാണ് മാക്സ്വെൽ ലോഡ്. ഈ ഒരു സിനിമയിൽ മാക്സ്വെൽ ലോഡിനെ ചെയ്യാൻ പോകുന്നത് ജെയിംസ് ഗണ്ണിൻ്റെ അനിയനായ സീൻ ഗണ്ണാണ്. പോസിബിളി മാക്സ്വെലും ഈ ഒരു സിനിമയിൽ ഉണ്ടായേക്കാം. ജസ്റ്റിസ് ലീഗ് ഇൻ്റർനാഷണൽ ഉണ്ടാക്കിയതിന് ശേഷം കോമിക്സിൽ മാക്സ്വെൽ കാരണം ആ ഒരു ടീം വേൾഡ് വൈഡ് റീച്ച് ആവുന്നതൊക്കെ കാണാം. ഇവിടെ DCUവിലേക്ക് വരുമ്പോൾ മാക്സ്വെല്ലോട് ഫണ്ട് ചെയ്യുന്ന ടീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഒരു ടീമിനുണ്ടാവാം. ലൈക്ക് നമ്മൾ എങ്ങനെയാണോ ബോയ്സിൽ വോട്ടിനെ കണ്ടത് അതുപോലെ ആയിരിക്കാം ഇവിടെ JLIയും. ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന ഒരു സൂപ്പർ ഹീറോ സൂപ്പർമാൻ ആയിരിക്കാം. നമ്മൾ കണ്ട സെറ്റ് ഫോട്ടോസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആകെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് സൂപ്പർമാൻ മാത്രമാണ്. നേരത്തെ കാണിച്ച സെറ്റ് ഫോട്ടോസിൽ നിന്ന് സൂപ്പർമാൻ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സൂപ്പർ ഹീറോ ആണെന്ന് തോന്നുന്നു. അതുപോലെ അത്ര ഡീപ്പായിട്ടാണ് ജെയിംസ് ഗൺ സൂപ്പർമാൻ എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു കൈൻഡ്നസ് ഉള്ള സൈഡൊക്കെ എടുത്തു കാണിക്കുന്നത്. ഒരു സെറ്റ് വീഡിയോയിൽ സൂപ്പർമാനും മിസ്റ്റർ ടെർഫിക്കും ഹോഗ്ഗേളും ഗ്രീൻ ലാൻറ്റേണും ഒക്കെ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നത് കാണാം. അവിടെ മിസ്റ്റർ ടെർഫിക് പറന്നാണ് നിൽക്കുന്നത്. പോസിബിളി ടീസ്പെയർ എന്ന വെപ്പൺ ഈ ഒരു മൂവിയിൽ ആ ക്യാരക്ടർ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉണ്ടാവുള്ളൂ. അതായത് ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കാം. മിസ്റ്റർ ടെർഫിക് കോമിക്സിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെൻറ്ററാണ്. ആ ക്യാരക്ടറിന് ടെക് മേഖലയിൽ ഒരു കമ്പനിയും ഉണ്ട്, ഹോൾട്ട് ഇൻഡസ്ട്രീസ്.
ഇവിടെ ആ ഒരു സെറ്റ് ഫോട്ടോയിൽ മിസ്റ്റർ ടെറിഫിക്കിനെ കാണുമ്പോൾ ഒരു ജെറ്റ് പാക്ക് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അത് ടീസ്ഫെയറിൻ്റെ ഒരു പ്രീവിയസ് വെർഷൻ ആയിരിക്കാം. ഈ മൂവിയിൽ എല്ലാവരും ഒരു ആക്ച്വൽ സൂപ്പർ ഹീറോ ലെവലിലേക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ ആരും അവരുടെ ഐഡന്റിറ്റിയിലല്ല നിൽക്കുന്നത്. ഇവരും സ്റ്റാൻഡ് എലോണായ ഒരു കറക്റ്റ് സൂപ്പർ ഹീറോ ആയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ സൂപ്പർമാൻ മാത്രമേ ഒരു എക്സാക്റ്റ് സൂപ്പർ ഹീറോ റോൾ പ്ലേ ചെയ്യുന്നുള്ളൂ. മാക്സ്വെലിനോ ഗവൺമെന്റിനോ വേണ്ടി വർക്ക് ചെയ്യുന്ന ഇവർ മേ ബി ഈ ഒരു മൂവിയുടെ എൻഡിൽ അതിൽ നിന്ന് മാറി അവരുടേതായ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുമായിരിക്കാം. അതിലൂടെ ആയിരിക്കാം ഹീറോസ് അവരുടെ ഓൺ കോസ്റ്റ്യൂമിലേക്കൊക്കെ എത്തുന്നത്. പോസിബിളി എർത്തിന് അത്യാവശ്യമായ ഘട്ടത്തിൽ സൂപ്പർമാൻ ത്രെറ്റിനെതിരെ പോരാടുമ്പോൾ മറ്റു ഹീറോസിന് സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ലായിരിക്കാം. അതിൻ്റെയൊക്കെ എഫക്റ്റ് ഒന്നോണമാവാം മാക്സ്വെൽ ലോർഡിൻ്റെ ജസ്റ്റിസ് ലീഗ് ഡിസ്മാൻഡിൽ ആവുന്നത്. പോസിബിളി അതിൽ നിന്ന് മാറിയതിനു ശേഷം മിസ്റ്റർ ടെറിഫിക് ഹോൾട്ട് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതായിട്ടും ടീസ്ഫെയറിനെ കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണിക്കാം. ചിലപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർമാനെ തൻ്റെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്ന മാക്സ്വെൽ ലോർഡിനെയും നമുക്ക് മൂവിയിൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു സെറ്റ് വീഡിയോയിൽ എല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നതായിട്ട് കാണാം. അവിടെ ആൾക്കൂട്ടത്തെയും നമുക്ക് കാണാൻ പറ്റും. പോസിബിളി അതൊരു ഫംഗ്ഷൻ ആയിരിക്കാം. എല്ലാ സൂപ്പർ ഹീറോസിൻ്റെ കൂടെയും സൂപ്പർമാനും അവിടെ എത്തുന്നു. എന്നാൽ സൂപ്പർമാൻ അവിടെ വന്ന് ഇറങ്ങിയതും കുട്ടികളെല്ലാം സൂപ്പർമാൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുന്നു. ഇതെടുത്ത് കാണിക്കുന്നത് അവിടെ സൂപ്പർമാൻ ജനമനസ്സിൽ എത്രത്തോളം പ്രിയപ്പെട്ട ക്യാരക്ടറാണെന്നാണ്. സൂപ്പർമാനും കുട്ടികളെയൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അത് ഹഷ് കോമിക്സിലാണെന്ന് തോന്നുന്നു. ബാറ്റ്മാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സൂപ്പർമാൻ ലോർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇവിടെ ജെയിംസ് ഗൺ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സൂപ്പർമാനിലേക്കാണ് നോക്കുന്നത്. മറ്റു ക്യാരക്ടേഴ്സിനെ അധികാരം ശ്രദ്ധിക്കുന്നില്ല. മേ ബി ഗവൺമെൻറ് കീഴിൽ വരില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാവാം മിലിറ്ററി അതോറിറ്റിയുടെ കൂടെ ചേർന്ന് സൂപ്പർമാനെ അറസ്റ്റ് ചെയ്യുന്നത്. പോസിബിളി ഇതിന് പിന്നിൽ ലെക്സ് ലൂതറുമായിരിക്കാം. അതായത് ലെക്സ് ലൂതർ സൂപ്പർമാൻ പ്ലാനറ്റിൽ തന്നെ ഒരു വലിയ ത്രെറ്റാണെന്ന് ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യുമായിരിക്കാം. ആ ഒരു ക്യാരക്ടറിന് കോമിക്സിലും അതൊക്കെ തന്നെയാണ് പണി. എ വേൾഡ് വിത്തൗട്ട് സൂപ്പർമാൻ, അതായിരുന്നു ലെക്സ് ലൂതർ കണ്ട സ്വപ്നം. എന്തായാലും ഇവിടെ ഈ ഒരു ഹീറോസിൽ നിന്ന് ജസ്റ്റിസ് ലീഗ് ഇന്റർനാഷണൽ എന്ന ടീം ഉറപ്പിക്കാൻ പറ്റും. ഇത്ര നാൾ നമ്മൾ വിചാരിച്ചത് അത് JSA ആയിരിക്കുമെന്നാണ്. വേണമെങ്കിൽ ജസ്റ്റിസ് ലീഗ് മാറ്റി മാക്സ്വെൽ ഫണ്ട് ചെയ്യുന്നത് JSA ആണെന്നും പറയാം. ഈ മാസം സിൻസിനാറ്റി യൂണിയൻ ടെർമിനൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അവിടുന്ന് ഹോൾ ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റും കിട്ടിയിട്ടുണ്ട്. ഹോൾ ഓഫ് ജസ്റ്റിസ് ലീഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. സോ ഇതെല്ലാം മീൻ ചെയ്യുന്നത് ജസ്റ്റിസ് ലീഗ് ഇവിടെ എക്സിസ്റ്റ് ആണെന്നാണ്. പക്ഷേ എനിക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹോൾ ഓഫ് ജസ്റ്റിസ് മാക്സ്വെൽ ക്രിയേറ്റ് ചെയ്ത ഒന്നാണോ എന്നാണ്. കൈൻഡ്നെസ് ഓൾഡ് ഫാഷനായി എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് അതേ കൈൻഡ്നെസ് വെച്ച് തന്നെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ ആയിരിക്കും ഇവിടെ സൂപ്പർമാൻ. ആ ക്യാരക്ടർ ഇവിടെയുള്ള മറ്റു ഹീറോസിനെയും ഇൻസ്പയർ ചെയ്യും. അതായത് സൂപ്പർമാനാണ് ശരിയെന്നും അവരെ ബെറ്റർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹീറോയും ആയിരിക്കും സൂപ്പർമാൻ. ഇവിടെ മാക്സ്വെലിൻ്റെ ടീമിന് ജസ്റ്റിസ് ലീഗ് എന്ന് തന്നെയാണോ പേരെന്ന് അറിയില്ല. അതായത് ഒറിജിനൽ ജസ്റ്റിസ് ലീഗിനെ കൊണ്ടുവരാൻ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാക്സ്വെലിൻ്റെ ടീമിന് പേര് മാറ്റിയും കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഹീറോസ് മാക്സ്വെലിനെതിരെ നിൽക്കുന്നതോടെ മാക്സ്വെൽ ആ ഒരു ടീമിനുള്ള ഫണ്ടിങ് നിർത്തുകയും ജസ്റ്റിസ് ലീഗ് ഒരു ഫ്രീ ടീമാവുകയും നമ്മൾ കാണാൻ പോകുന്ന ഹീറോസൊക്കെ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തേക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഹീറോസ് എല്ലാവരും അതിലുള്ളതായിട്ട് കാണിച്ച സൂപ്പർമാൻ അവരുടെ കൂടെ ജോയിൻ ആവുന്നതും കാണിക്കാം. എന്നാലും ബാറ്റ്മാൻ അതിലുണ്ടാവുമോ എന്ന് സംശയമുണ്ട്. കോമിക്സിൽ ബാറ്റ്മാൻ ജസ്റ്റിസ് ലീഗ് ഇന്റർനാഷണൽ ഒരു മെമ്പറൊക്കെ ആയിരുന്നു, അതായത് ആ ഒരു ടീമിൻ്റെ ഫസ്റ്റ് വേർഷനിൽ. എന്നാൽ ഇവിടെ ആ ഒരു ക്യാരക്ടർ ഡെബ്യൂട്ട് നടത്തുന്നത് ബ്രേവ് ആൻഡ് ദ ബോൾഡിലായിരിക്കും. ബാറ്റ്മാൻ ഈ ഒരു ടീമിൽ ഓൾറെഡി ഉണ്ടായിരിക്കുമോ എന്നറിയില്ല. ബാറ്റ്മാനും സൂപ്പർമാനും ഒക്കെ ജയിലിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജയിലിലേക്ക് ജോയിൻ ചെയ്യുന്നതായി കാണിക്കുമോ എന്നും ഡൗട്ടുണ്ട്. ചിലപ്പോൾ ജസ്റ്റിസ് ലീഗ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഹീറോസ് ആയിരിക്കും. ഈ മൂവിയിൽ മാക്സ്വെലിൻ്റെ ടീം ഡിസ്മാൻഡിലാവുമ്പോൾ ആ ഒരു സെയിം ഹോൾ ഓഫ് ജസ്റ്റിസ് യൂസ് ചെയ്ത് ഹീറോസ് ജസ്റ്റിസ് ലീഗ് ഉണ്ടാക്കുന്നതായിട്ടും പറയാം. ഇനി JLA ഉണ്ടെങ്കിൽ അതിലെ മെമ്പറായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബൂസ്റ്റർ ഗോൾഡ്. ബൂസ്റ്റർ ഗോൾഡ് കോമിക്സിൽ ഒരു JLA മെമ്പറാണ്. കൂടാതെ ബ്ലൂ ബീറ്റിലിനെയും പറയാം. നമ്മൾ കണ്ട ബ്ലൂ ബീറ്റിൽ സിനിമയിലെ ബ്ലൂ ബീറ്റിൽ ഈ ഒരു DCUവിൽ വരും. ആ ഒരു ക്യാരക്ടറിന് വേണ്ടി സെയിം കാസ്റ്റിൽ തന്നെ ഒരു അനിമേറ്റഡ് സീരീസ് ഒരുങ്ങുന്നുണ്ട്. സോ കോമിക്സിലെ പോലെ തന്നെ ബ്ലൂ ബീറ്റിലിനെയും ഇവിടെ പരിഗണിക്കാം. ജസ്റ്റിസ് ലീഗ് യൂറോപ്പിലെ ഒരു മെമ്പറായിരുന്നു മെറ്റമോർഫോ. JLAയുടെ ഒരു ബ്രാഞ്ചാണ് ജസ്റ്റിസ് ലീഗ് യൂറോപ്പ്. സോ ആ ഒരു ക്യാരക്ടറിനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. എന്തോന്ന് വരുന്നുണ്ട്. നല്ല രീതിക്കാണ് വരുന്നതെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊജക്ട്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതോടെ എല്ലാം കൂടി കുഴിച്ചു മൂടുന്നതാണ് നല്ലത്. എനിക്കിവിടെ പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഈസ് EG സൈനിങ് ഓഫ്.